ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളെയാണ് കേസിൽ പിടികൂടിയതല്ല, അയാൾ തൃശ്ശൂർ ജില്ലയിലെ കൊടകര സ്റ്റേഷനിൽ പോയി ഹാജരായിട്ട് താനാണിത് ചെയ്തത് എന്ന് കുറ്റമേൽക്കുകയും താൻ ഈ ബോംബ് സ്ഥാപിക്കുന്നതിൻ്റെയും അതിൻ്റെ റിമോട്ട് അമർത്തുന്നതിൻ്റെയൊക്കെ വീഡിയോ ചിത്രങ്ങൾ എടുത്ത് വെച്ച് പോലീസിനെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസിന് പണി എളുപ്പമായി. അതിന് തൊട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഫോടനം നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് ഒരു നീല കാറ് പോകുന്നത് കണ്ടു, കാറ് ട്രേസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല 2023 ഒക്ടോബർ 29 രാവിലെ 9:40 ഈ സ്ഫോടനം നടന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഫോടനമാണ്. ഏറ്റവും വലിയ സ്ഫോടനം എന്ന് മാത്രമല്ല, 8 പേർ മരിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് IED ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് ഒരു സ്ഫോടനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പലയിടത്തും തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആധുനിക സന്നാഹങ്ങളോടെ നടത്തിയിട്ടുള്ള സ്ഫോടനങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സ്ഫോടനമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംശയം, ഇതിനകത്ത് ഇത്തരം IED ഒക്കെ വെച്ചിട്ട് സ്ഫോടനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ദൂരെ നിന്നാണ് സ്ഫോടനം നടത്തിയതെന്നൊക്കെ പറയുമ്പോൾ ഇതത്ര നിസ്സാര കാര്യമാണോ? ഈ മാർട്ടിൻ തന്നെയാണോ പ്രതി? ഡൊമിനിക് മാർട്ടിൻ തനിച്ചായിരിക്കുമെന്നുള്ള സംശയങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞ് ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് 8 പേർ കൊല്ലപ്പെട്ട ആ സ്ഫോടന കേസ് അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഇയാൾ ഈ ബോംബൊക്കെ നിർമ്മിച്ചതിന് ശേഷം ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ അത് നിർമ്മാണം പൂർത്തിയായതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു. ഈ ചിത്രങ്ങൾ മുഴുവൻ ഒരു വിദേശ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.